കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിട്ടുള്ള കുട്ടൂർ നോർത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ കണ്ണീര്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കിടെ തനിക്ക് അറിയുന്ന ഉത്തരങ്ങളുണ്ടായിട്ട് പോലും അത് എഴുതാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ആ പെൺകുട്ടി കണ്ണീരോട് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ തന്നെ ആ വേദന പങ്കുചേർന്നവരാണ്. ഇപ്പോൾ അതേസമയം തന്നെ ആ കുടുംബം അന്ന് കണ്ണീരിലായിരുന്ന കുടുംബം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കാരണം അല്പസമയം മുമ്പാണ് മലപ്പുറം RDD ഓഫീസിൽ നിന്നുള്ള റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നേരിട്ടെത്തി അവരോട് അതിൻ്റെ സന്തോഷ വാർത്ത പങ്കുവെച്ചത്. ഇപ്പോൾ വീണ്ടും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നല്ലോ, കണ്ണീരിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിന് റിപ്പോർട്ടർ ടിവിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ന്യൂസ് കണ്ടിട്ടാണ് സാർ ഇതിൽ ഡയറക്റ്റ് നടപടിയെടുത്തെന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ടിവിക്ക് ഇതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ ഒരു തീരുമാനം എടുത്ത വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അന്ന് വലിയ കണ്ണീരിലായിരുന്നല്ലോ, അമ്മയൊക്കെ കരഞ്ഞുകൊണ്ടാണ് നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നത്. ഇപ്പം വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അത് റിപ്പോർട്ട് ചാനൽ ഏറ്റെടുത്തതുകൊണ്ട് അവരൊക്കെ അറിഞ്ഞു, സാറൊക്കെ അറിഞ്ഞ് നേരിട്ട് വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ മോൾക്ക് എക്സാം എഴുതാൻ പറ്റിയെന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. പരീക്ഷ എഴുതാൻ വേണ്ടി അതുപോലെ തന്നെ പൊതുപരീക്ഷയെ പരിഗണിക്കും എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ, ഞാൻ ഇനി എഴുതുന്ന എക്സാം എൻ്റെ പബ്ലിക് എക്സാം പോലെ തന്നെ ആയിരിക്കും എന്നാണ് സാർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും വന്നത്തെ കണ്ണീര് മാറി മുഖത്തൊരു സന്തോഷം ചിരിയൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും അന്ന് വലിയ സങ്കടത്തിലും കണ്ണീരിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ പോലും ഞങ്ങൾക്ക് ഭയങ്കര മൂകതയും ശോകമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി ഒരു സന്തോഷത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ വാർത്ത കണ്ട് അതിലിടപെട്ട വിദ്യാഭ്യാസ വകുപ്പിനും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഇടപെട്ടത്, നമ്മൾ ശബ്ദിച്ചതും അതിന് വേണ്ടിയാണ്. ആ കുട്ടിക്ക് നീതി ലഭിക്കുമ്പോൾ അത് അങ്ങേയറ്റത്തെ ആഹ്ലാദം നൽകുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും വരുന്ന വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥിയും പരീക്ഷ എഴുതുക. എന്നാൽ അത് സേ പരീക്ഷ എന്നതിനപ്പുറത്തേക്ക് പൊതുപരീക്ഷയെ പരിഗണിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകാൻ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ തീരുമാനമാണ് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് വീട്ടിലെത്തി അറിയിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുവൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.